നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു സാമ്പാറാണ്. നോയമ്പൊക്കെയല്ലേ, അപ്പം നോയമ്പിനൊക്കെ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ആ രംഗത്തേക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക, എൻ്റെ വീഡിയോ കാണുക. സാമ്പാറിന് ഞാൻ ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ഏത്തയ്ക്ക, പിന്നെ കോവയ്ക്ക, വെണ്ടയ്ക്ക, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക്. പൊട്ടറ്റോ, ക്യാരറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് കാണിക്കാം. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു 3/4 കപ്പ് പരിപ്പ്, ചുമന്ന പരിപ്പാണ് എടുത്തേക്കുന്നത്. പരിപ്പ് 3/4 പരിപ്പ് നല്ല 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പം വെന്ത് വരുമ്പോൾ നമുക്ക് കഷ്ണം ചേർക്കാം. നമ്മൾ പരിപ്പ് അടപ്പയിലിട്ടിട്ടുണ്ട്, അത് വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്തു. നമുക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അതിനകത്ത് ചേർക്കാൻ പോകുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് സാമ്പാർ പൗഡർ, കായം, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വെന്ത് വരട്ടെ, ബാക്കി കാര്യം പിന്നെ നമുക്ക് ചെയ്യാം. കൂട്ടുകാരെ, ഞാൻ പൊടിയിട്ട വീഡിയോ സ്കിപ്പായിപ്പോയി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, ഇത്രയും പൊടികൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വെണ്ടയ്ക്ക ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. നേരത്തെ വെണ്ടയ്ക്ക ഇട്ടത് ഒത്തിരി വെന്ത് പോകും, അതുകൊണ്ട് ഇപ്പോഴാണ് വെണ്ടയ്ക്ക ഇട്ടത്. അത് 5 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. പിന്നീട് നമുക്ക് അതിനകത്ത് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞ വെള്ളം, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായിപ്പോയി. അപ്പോൾ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇനി ഉപ്പ് ചേർക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. കണ്ടോ, ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക എപ്പോഴും നമ്മൾ ഒന്നില്ല ഇച്ചിരി എണ്ണയ്ക്കകത്ത് വഴറ്റിയിടുക, അല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ അന്നേരം നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് അതിനകത്ത് അങ്ങ് വഴുവഴുപ്പുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അല്പം ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് കൊടുത്തു. അതൊന്ന് തിളച്ച് വരട്ടെ. കടുക് വറുക്കുന്ന പ്രോസസ്സിലേക്ക് ചെറിയ ചട്ടി അടുപ്പിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കടുക്, വറ്റൽമുളക്, കരിയാപ്പില ഇതിട്ട് കൊടുക്കാം. സാമ്പാറൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ സാമ്പാറിനകത്തോട്ട് ഇത് ഒഴിക്കുക. സാമ്പാർ റെഡി. കണ്ടോ, നല്ല കുറുകിയ സാമ്പാർ. വെണ്ടയ്ക്കയൊക്കെ വെന്തിട്ടുണ്ട്, അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. എല്ലാം നല്ല സൂപ്പറായിട്ടുള്ളൊരു സാമ്പാർ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി സാമ്പാർ. നിങ്ങളിതൊരു പ്രാവശ്യത്തിലേക്ക് ഉണ്ടാക്കി നോക്കുക. അല്പം കായം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേമ്പൊടി ചേർക്കാം. ഇത് കായം ഇച്ചിരി ചേർക്കട്ടെ.
അല്പം കായം കൂടെ ചേർക്കണം, ശകലം കായം. അല്പം കായം കൂടെ ചേർത്തു. അടിപൊളി സാമ്പാറാണ്, കണ്ടോ? അടിപൊളി സാമ്പാർ റെഡി. ചോറുണ്ണാനും ചപ്പാത്തി തിന്നാനും ഇഡലി, സാമ്പാർ, ഇഡലി, ദോശ, അപ്പം, പുത്തിരി എല്ലാത്തിനും നല്ലതാണ്. കണ്ടോ കണ്ടോ, നല്ല കൊഴുത്ത സാമ്പാർ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷനൊക്കെ തരാൻ മറക്കരുതേ മക്കളെ. എല്ലാവർക്കും ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.